നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ശ്രീ നാഗേശ്വർ ജ്യോതിർലിംഗ ദർശനത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതുപോലുള്ള ഒരു ബുള്ളറ്റ് പോലുള്ള വണ്ടിയിൽ മാത്രമേ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. ഓട്ടോറിക്ഷ മറ്റുമൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സവാരികൾ വേണം. നമ്മൾ 2 പേര് മാത്രമുള്ളതുകൊണ്ട് 2 പേർക്ക് വേണ്ടി അവർ പോവില്ല. നമ്മുടെ ഡ്രൈവർ ഞങ്ങൾ ശ്രീ നാഗേശ്വർ ജ്യോതിർലിംഗ ദർശനത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ്. ഈ ബുള്ളറ്റ് പോലത്തെ ഒരു വണ്ടിയാണ്. ഇങ്ങനെയാണത് പോകുന്നത്. നമ്മുടെ ഡ്രൈവർ വണ്ടി മുന്നോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെക്ക് പോകുന്ന വഴിയിലുള്ള മറ്റ് കാഴ്ചകൾ നമുക്ക് കാണാം. നാഗേശ്വർ ജ്യോതിർലിംഗം കാണാനായിട്ടുള്ള യാത്രയിലാണ്. ഗുജറാത്തിൻ്റെ ഗ്രാമവീഥികളിലൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലങ്ങളാണ്. പക്ഷേ ഗുജറാത്തിൻ്റെ നല്ല ഭാഗവും അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെയും കൃഷിയൊക്കെ തുടങ്ങാനായിട്ടുള്ള ഇതിലാണ്. ഇപ്പോൾ പഴയ പോലല്ല, ഗുജറാത്ത് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇവിടെ ധാരാളം സ്ഥലങ്ങൾ അവർ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വരുന്ന വഴിയോരങ്ങളിലെല്ലാം ധാരാളം എരുമകളെയും മറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഗുജറാത്തിൻ്റെ ഗ്രാമജീവിതങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത മൃഗങ്ങളാണല്ലോ ഈ എരുമകളും പശുക്കളും പോത്തുമൊക്കെ. ഇഷ്ടം പോലെ ധാരാളം ഇങ്ങനെയുള്ള മൃഗങ്ങളെ നമുക്ക് ഗുജറാത്തിലെ എവിടെയും പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓം നമഃ ശിവായ. അങ്ങനെ നമ്മൾ നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലെത്തി ചേർന്നിട്ടുണ്ട്. നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം. ഇവിടെ ഇവിടെയും നല്ല ജനത്തിരക്കുണ്ട്. ഇപ്പോൾ ഈ ഗുജറാത്തിലും ഒക്കെ നോർത്ത് ഇന്ത്യയിൽ അറിയാമല്ലോ, എല്ലായിടത്തും അവധിക്കാലമാണ്. അതുകൊണ്ട് നല്ല തിരക്കാണ് എല്ലായിടത്തും അനുഭവപ്പെടുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രം. നമ്മൾ നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ക്യൂ ആണ് ഇവിടെ. അത് മൊത്തം ഗ്ലാസ്സാണ്.
മൊത്തം ഗ്ലാസ് പതിച്ചിരിക്കുക. ഈ നാഗേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെ സമീപത്തായിട്ട് ഒരു നദിയുണ്ട്. നദിയാണോ കുളമാണോ? കുളമാണ്. പക്ഷേ ഈ കുളമാണെങ്കിലും അതിൽ പ്ലാസ്റ്റിക്കും കുന്തമൊക്കെ വലിച്ചെറിഞ്ഞ് ആകപ്പാടെ ഇതെല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാം വേസ്റ്റും ഒക്കെ തള്ളി. പക്ഷെ അത് നല്ല രീതിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കുളമാണ്. പക്ഷെ അതെല്ലാം നശിപ്പിച്ച് വെച്ചേക്കുവാണ്. വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല. നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് അവിടുത്തെ ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നില്ല. ഭഗവാൻ ശ്രീ നാഗേശ്വര ജ്യോതിർലിംഗ ക്ഷേത്ര ദർശനത്തിന് ശേഷം നമ്മളിവിടെ നിന്നും പോർബന്തറിലേക്ക് യാത്ര പുറപ്പെടുകയാണ്.